നമ്മൾ ചേർത്തലയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അവിടെ ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം കാരണം വീടുകളിൽ വെള്ളം കയറുന്നു എന്നാരോപിച്ച് പ്രതിഷേധം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ പ്രതിഷേധം ശക്തമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പി പ്രസാദ് MLA നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ ഫൈസൽ അസീസ് ചേരുകയാണ് വിവരങ്ങളുമായി. ഫൈസൽ, ഇതിപ്പോൾ അവിടെ ഒരു ദേശീയപാത ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ്, എവിടെയൊക്കെ വെള്ളം കയറും, അത് വീടുകളിലേക്ക് എത്തില്ലേ എന്നൊക്കെ അത് സ്വാഭാവികമായി പഠിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ. അതൊന്നും പഠിക്കാതെ തയ്യാറാക്കിയതാണോ അവിടുത്തെ ഒരു പ്ലാൻ? അത് ഏത് തരത്തിലാണ് ആളുകളെ ബാധിക്കുന്നത്? പ്രതിഷേധം എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് ഫൈസൽ? മഹേഷ്, അതായത് ചേർത്തലയിലെ ഒരു കനാലിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഈ കനാലിലൂടെ ഒഴുകി വരുന്ന വെള്ളം തൊട്ടപ്പുറത്തെ വീടുകളിലേക്കൊക്കെ കയറി ആ മലിനജലമാണ്, വളരെ കറുത്ത നിറത്തിലുള്ള അത്രയും മലിനജലമാണ് ഉണ്ടായിരുന്നത്. ആ മലിനജലം തൊട്ടടുത്ത വീടുകളിലേക്ക് കയറി പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ തോട്ടിൽ ഇറങ്ങിക്കൊണ്ട് പ്രതിഷേധിച്ചത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പി പ്രസാദ്, ചേർത്തല MLA പി പ്രസാദിൻ്റെയും അതുപോലെ നഗരസഭാ കൗൺസിലർമാരുടെയും ചേർത്തല മുനിസിപ്പാലിറ്റി കൗൺസിലർമാരുടെയും ഒക്കെയുള്ള നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. നഗരസഭ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു തീരുമാനമാകാതെ ഇവിടെ നിന്ന് മടങ്ങില്ല എന്ന് തന്നെയാണ് പി പ്രസാദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഇവിടത്തേക്ക് വരുന്ന യാർഡിലേക്ക് വരുന്ന, തൊട്ടപ്പുറത്ത് കാണുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ യാർഡാണ്. ഈ യാർഡിലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ തന്നെയും JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊക്കെ തന്നെയും തടയുകയാണ് നിലവിൽ. ഇവിടെ ഇപ്പോൾ കൗൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം തുടരുകയാണ്. MLA ഇവിടെയുണ്ട്. MLA ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിലൊരു തീരുമാനമാകുന്നത്, അല്ലെങ്കിൽ ഇന്ന് തന്നെ ആ ഒരു ബണ്ട് പൊളിച്ചു നീക്കണം, നാഷണൽ ഹൈവേ അതോറിറ്റി നിർമ്മിച്ച ബണ്ട് പൊളിച്ചു നീക്കണം എന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. അത് ഇന്ന് തന്നെ വേണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അത് നടപ്പിലാക്കാതെ, അല്ലെങ്കിൽ അതിനൊരു ഉറപ്പ് ലഭിക്കാതെ, അല്ലെങ്കിൽ അത് പാലിക്കപ്പെടാതെ ഇവിടുന്ന് പോകില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. മഹേഷ്, ശരി, എന്തായാലും മഴ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും ഇതാണ് ചേർത്തലയിലെ അവസ്ഥ. അപ്പോൾ മഴ കനക്കുമ്പോൾ എങ്ങനെയായിരിക്കും? എന്തായാലും പ്രതിവിധികൾ വളരെ പെട്ടെന്നുണ്ടാകട്ടെ. പ്രതിഷേധം ചേർത്തലയിൽ കനക്കുകയാണ്.